ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇപ്പൊ എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടവും വാത്സല്യമൊക്കെ തോന്നുന്നുണ്ട്. നമ്മുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും. ഞാൻ നിന്നെ പ്രസവിക്കുകയും ചെയ്യും. ചേച്ചിയോട് നന്ദിനിയുടെ സംശയം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നോട് വേറൊരാളുടെ കാര്യമാ പറഞ്ഞത്. ആരുടെ കാര്യം പറഞ്ഞത്? ചേച്ചിയുടെ കാര്യം തന്നെ. എന്റെയോ? ചേച്ചി ഗർഭിണിയാന്നാ ആദ്യം എന്നോടൊന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരെണ്ണം കൊടുത്തു വിട്ട്. അടുത്ത പേര് ആരുടെയാണെന്നറിയാവോ? ചിരിക്കരുത്, നമ്മുടെ അമ്മയുടെ. അയ്യോ, അമ്മ ഗർഭിണിയാണെന്നാ രണ്ടാമത് എന്നോട് പറഞ്ഞത്. അവക്ക് തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുമോ? ദേ, അവളുടെ പിച്ചും പെയ്യൊക്കെ കേട്ട് ചേച്ചി വെറുതെ ചേച്ചിയുടെ വിലപ്പെട്ട സമയം കളയായിരുന്നു. ചേച്ചി പോയി ചേച്ചിയുടെ കാര്യം നോക്കി ചേച്ചി. എടാ, അവള് പറയുന്നത് കേട്ട് ഞാൻ വിശ്വസിച്ചു പോയി. ഇനി ഇതുപോലെ ആരുടെയൊക്കെ പേര് ആരോടൊക്കെ പറഞ്ഞോന്നാണോ എന്റെ ദൈവമേ? അല്ല, അവക്ക് വല്ല വട്ടും പിടിച്ചോന്ന് എന്റെ സംശയം. തലയ്ക്ക് സ്ഥിരതയില്ലെങ്കിൽ മിണ്ടാതിരുന്നൂടെ? ഞാൻ പറഞ്ഞാൽ തന്നെ ചേച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. മനസ്സിലായി. അത്രേ ഉള്ളൂ. അവൾ ഇനി എന്തെങ്കിലും പറഞ്ഞോണ്ട് വന്നാ മൈൻഡ് ചെയ്യണ്ട, ഓടിച്ചങ്ങ് വിട്ടേര്. ഓക്കെ? ചേച്ചി ഗർഭിണിയാന്നാ ആദ്യം എന്നോടൊന്ന് പറഞ്ഞത്. അടുത്ത പേര് ആരുടെയെന്നറിയാവോ? ചിരിക്കരുത്, നമ്മുടെ അമ്മയുടെ. 2 ദിവസമായിട്ട് അവൾ ഇങ്ങനെ ഓരോ പിച്ചും പേയും പറഞ്ഞ് കറങ്ങടക്ക. എന്നാലും മാലതിക്ക് ഇങ്ങനൊരവസ്ഥ വന്നല്ലോ. നീ അമ്മയോട് ക്ഷമിക്കണം കേട്ടോ. അമ്മയുടെ അവസ്ഥ അതായതുകൊണ്ടാ ആദ്യമൊക്കെ നിന്നെ അവഗണിച്ചത്. ഇപ്പൊ എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടവും വാത്സല്യമൊക്കെ തോന്നുന്നുണ്ട്. നമ്മുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും. ഞാൻ നിന്നെ പ്രസവിക്കുകയും ചെയ്യും. ചെമ്പകമംഗലത്തുള്ളവർ എന്റെ ഭാവയെ സ്വീകരിക്കോ ഇല്ലയോ നമ്മക്കറിയില്ല. അവരെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഈ കുടുംബത്തിന്റെ സൗഭാഗ്യം എന്റെ വയറ്റിൽ വളരുന്ന എന്റെ കുഞ്ഞ്. എന്താ സാവിത്രി ഈ പറയുന്നേ? സത്യം അമ്മേ, മാലതിക്ക് എന്തൊക്കെയോ ചില തകരാറുണ്ട്. അല്ലെങ്കിൽ അമ്മ ഗർഭിണിയാണെന്ന് ജഗദീഷിനോട് അവള് ചെന്ന് പറയൂ. എന്റെ പേരും പറഞ്ഞു എന്നാ ജഗദീഷ് പറഞ്ഞത്. ദേ, എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. ജഗദീഷ് പറഞ്ഞപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നത് അവള് പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയുന്നതും കാണിക്കുന്നതും ഒക്കെ. ദേ, ഇപ്പൊ കൊണ്ടുപോയ മര്യാദയ്ക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് നടത്തി മാറ്റാം. താമസിച്ചാലേ കൈവിട്ടു പോവും. എനിക്കതല്ല, ജഗദീഷിന്റെ കാര്യം ഓർക്കുമ്പോഴ് അവനും തോന്നിയിട്ടുണ്ട് അവക്കെന്തോ വയ്യായിക വന്നിട്ടുണ്ടെന്ന്. ചിലപ്പോ അവനും നിനക്കും തോന്നിയതാണെങ്കിലോ? എനിക്ക് തോന്നിയതല്ലെന്ന് ഞാൻ അമ്മയെ മനസ്സിലാക്കി തരാം. അവളറിയാതെ നമുക്ക് അവളെ ഒന്ന് നിരീക്ഷിച്ചു നോക്കാം. അമ്മ വാ. അപ്പൊ നന്ദിനിടത്തേക്കാണ് ഗർഭം. ഇത് ആരോട് പറയണം? അമ്മേ, ഇങ്ങോട്ട് അങ്ങോട്ട് നോക്കി. ഇത് നിന്റെ വിജയമാണ്, നിന്റെ മാത്രം വിജയം.
ഒരു ഡിറ്റക്റ്റീവിന്റെ തന്ത്രത്തിലൂടെയാണ് നീ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഹാ, എല്ലാവരെയും പറ്റിക്കുന്ന പോലെ ഈ മാലതിയെ പറ്റിക്കാന്ന് ആരും വിചാരിക്കണ്ട. എല്ലാരോടും ഞാൻ ഈ കാര്യം പറയും. ആ, അങ്ങനെ ഇങ്ങനെ. ഈശ്വരാ, നീ ഇതെന്റെ കണ്ണി കാണിച്ചു തരുകയും കാതി കേൾപ്പിച്ചു തരുകയും ചെയ്തല്ലോ. നന്ദി. അമ്മ ഇപ്പൊ കണ്ടോ അവൾ ഒറ്റയ്ക്ക് ഓരോന്ന് സംസാരിക്കുന്നത്? ഇതിനൊക്കെ തന്നെയാ വട്ടെന്ന് പറയുന്നത്. അമ്മ വിഷമിക്കൊന്നും വേണ്ട. 1 2 പിരി അത്രേ ഉള്ളൂ. അതൊന്ന് ടൈറ്റാക്കി വെച്ചാലേ ആൾ ഓക്കെ ആവും. എങ്കിലും മാലതിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ. മനുഷ്യന്റെ കാര്യമല്ലേ അമ്മേ, എപ്പോഴാ സമനില തെറ്റുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ. ദേ, എല്ലാരും അറിഞ്ഞ് നാണക്കേടാവുന്നതിന് മുമ്പ് ട്രീറ്റ്മെന്റ് കൊടുത്ത് ശരിയാക്കണം. അല്ലെങ്കിൽ ഈ വീട്ടിലെ പല പ്രശ്നങ്ങളും അവള് പറഞ്ഞുണ്ടാക്കും. ചെറിച്ച, ദേവമ്മയുടെ കാര്യം മുത്തശ്ശിയോട് സംസാരിക്കുന്ന കാര്യം എന്തായി? അതിനെക്കുറിച്ചാ ഞാനും ആലോചിക്കുന്നത്. പറയുമ്പോൾ അതനുസരിച്ച് പറഞ്ഞില്ലെങ്കിലേ ചിലപ്പോൾ അത് പ്രശ്നമാവും. പിന്നെ ഒരു സാഹചര്യം ഒത്തു വന്നുമില്ല. ഇത് അധിക നാൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ചെറിയച്ച. നമ്മൾ പറയാതെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മുത്തശ്ശിയും സാവിത്രി അമ്മായിയും പിന്നെ മാലതി ചെറിയമ്മയൊക്കെ അറിഞ്ഞാല് പിന്നെ അവരെ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള പരാതിയും കൂടി ആവും. പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞാലും അവര് വിശ്വസിക്കില്ല. അതാ പ്രശ്നം. ഇതങ്ങ് സംസാരിച്ച് ഓക്കെ ആക്കി കഴിഞ്ഞാ സമാധാനത്തിലിരിക്കാലോ. ചെറിയച്ചൻ പറയുന്നത് വരെ എനിക്കും ദേവമ്മയ്ക്കും ചെറിയച്ചനും ഒക്കെ സമാധാനക്കേടാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അമ്മയോട് സംസാരിക്കാം. ആ, രണ്ടിലേതായാലും ഒന്ന് അറിയണമല്ലോ. അതെ. ചെറിയച്ചൻ ചെന്ന് മുത്തശ്ശിയോട് കാര്യം പറയേ. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ആ, മോള് ചെല്ലേ. ഇപ്പൊ തന്നെ ചെറിയച്ചൻ കാര്യങ്ങൾ പറഞ്ഞോളാം. അമ്മ വിഷമിക്കണ്ട. ജഗദീഷിനോട് സംസാരിച്ചിട്ട് നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം അവളെ. അല്ല, കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ വന്നു പോയാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ മാത്രം എന്താണാവോ ഓരോന്ന് കഴിയുമ്പോ അടുത്തത് വന്നുകൊണ്ടിരിക്കുന്നെ. ആഹാ, രണ്ടുപേരും കൂടി ഇവിടെ ഇരിക്കുകയാണല്ലേ. എനിക്ക് നിങ്ങളോട് രണ്ടുപേരും കൂടി ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം മാലു? ആ, അതറിയുമ്പോ നിങ്ങൾ ഞെട്ടിത്തരിക്കും. നീ കാര്യം പറയുമാലു. ആ, ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ ഈ വീട്ടിൽ ഒരാള് ഗർഭിണിയാണെന്ന്. അതാരാണെന്ന് അറിയോ? നന്ദിനിടത്തിയാ.